രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിയമ്പുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ രംഗത്തെത്തി. ഖദർ ഒരു അച്ചടക്കമാണെന്ന തലക്കെട്ടോടെയാണ് ഖാദി വസ്ത്രങ്ങളുടെ റിബേറ്റ് വിൽപ്പന ഓർമ്മപ്പെടുത്തിയുള്ള പോസ്റ്റ്. പുതുതലമുറ കോൺഗ്രസ് നേതാക്കൾ ഖദർ ഉപയോഗിക്കാത്തതിനെ അജയ് തറയിൽ വിമർശിച്ചിരുന്നു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, നേരത്തെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയൊക്കെയുള്ള നേതാക്കൾ ഖദർ ഉപയോഗിക്കാറില്ല എന്നുള്ളതിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അറിയിച്ചതാണ്. ഇപ്പോൾ കൃത്യമായൊരു റിബേറ്റ് അത് ചൂണ്ടിക്കാട്ടി മറ്റൊരു സന്ദേശം അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം നൽകുകയാണോ? അനുജ, അങ്ങനെ തന്നെയാണ് ആ പോസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കോൺഗ്രസിലെ യുവതലമുറ നേതാക്കളെല്ലാം തന്നെ ഖദർ മറക്കുന്നു എന്നൊരു പോസ്റ്റ് നേരത്തെ തന്നെ അജയ് തറയിൽ ഇട്ടിരുന്നു. അതിനുശേഷം വലിയ നീരസം എന്തായാലും ആ നേതാക്കൾക്ക് പ്രത്യേകിച്ചും അജയ് തറയിൽ ഉൾപ്പെടെ പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം വലിയൊരു സൈബർ ആക്രമണം അജയ് തറയിൽ നേരിട്ടു. ഇതിനുശേഷമാണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഒളിയമ്പുമായി ഇപ്പോൾ അജയ് തറയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. വരികൾക്കിടയിൽ അത് വ്യക്തമാണ് എന്താണ് അജയ് തറയിൽ ഉദ്ദേശിച്ചതെന്ന്. ഖദർ വസ്ത്രങ്ങൾ ഇപ്പോൾ റിബേറ്റ് ഉണ്ട്, ഓണക്കാലമാണ്. ആ റിബേറ്റ് ഉള്ള പോസ്റ്റാണ് ഇട്ടെങ്കിൽ പോലും അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഖദർ ഒരു അച്ചടക്കമാണെന്നാണ് തലക്കെട്ട്. ഖദർ ഒരു സംസ്കാരം മാത്രമല്ല, ഒരു അച്ചടക്കത്തിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെ ഖദർ ഉപേക്ഷിക്കുന്നവർ ഇത്തരം അച്ചടക്കം കൂടി മറക്കുന്നു എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ അജയ് തറയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ ചർച്ചയെ തന്നെ കോൺഗ്രസിൽ തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ ഇത്തരമൊരു പോസ്റ്റ് ഇട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഖദർ ഒരു സംസ്കാരത്തിന്റെ മാത്രമല്ല, അച്ചടക്കത്തിന്റെ കൂടി ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അജയ് തറയിൽ. അതാണ് അജയ് തറയിലിന്റെ വിമർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.